വന്ന് വന്ന് ഓണം ഇപ്പോൾ ശരിക്കും ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഓണം ഇന്നത്തെ കാലത്ത് ശരിക്കും ഒരു മെഗാ ഷോപ്പിംഗ് മേള പോലെയായി മാറി എന്ന് പറഞ്ഞാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല. ഓണത്തോടനുബന്ധിച്ച് വിവിധ കച്ചവട സ്ഥാപനങ്ങൾ വമ്പൻ വിലക്കുറവാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ വൻകിട ഓഫറുകൾ വാങ്ങി നമ്മൾ മലയാളികൾ നമുക്ക് ഓണത്തിന് ആവശ്യമല്ലാത്ത പല സാധനങ്ങളും വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകമുണർത്തുന്ന കാര്യം. നമുക്ക് ഓണം ആഘോഷിക്കുന്നതിന് ആവശ്യമല്ലാത്ത സാധനങ്ങളും അല്ലെങ്കിൽ നമ്മൾ വളരെ കാലമായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളും ഒക്കെ ഓണത്തോടനുബന്ധിച്ച് വരുന്ന ഓഫറുകളെ ആസ്പദമാക്കി നമ്മൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ലോൺ എടുത്താണെങ്കിലും ഇത്തരത്തിലുള്ള ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ മലയാളികൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമുക്ക് ഓണം ആഘോഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൂക്കളും പച്ചക്കറികളും ഓണക്കോടിയുമെല്ലാം വാങ്ങുന്നതിന് കാണുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷോപ്പിംഗ് മാളുകളിലാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ ഫോണും ഗാർഹിക ഉപകരണങ്ങളും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമെല്ലാം ഓണത്തോടനുബന്ധിച്ച് വരുന്ന ഓഫറുകൾക്കനുസരിച്ച് നമ്മൾ വാങ്ങിക്കാറുണ്ട്. മറ്റു ചിലർ തങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ഓണത്തോടനുബന്ധിച്ച് വരുന്ന പല ഓഫറുകളെയും ആസ്പദമാക്കിയിട്ടായിരിക്കും വാങ്ങിക്കുക. ഇങ്ങനെ നമ്മൾ മലയാളികൾ നമ്മുടെ ഉപഭോഗ സംസ്കാരം ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് ഈ ഓണക്കാലത്താണ് എന്നുള്ളതാണ് ഏറെ കൗതുകമുണർത്തുന്ന കാര്യം. മലയാളികളുടെ ഈ ഒരു കൾച്ചറിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കച്ചവടക്കാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ഭാഗത്ത് വളരെ പരമ്പരാഗതമായ രീതിയിൽ ഓണം ആഘോഷിക്കപ്പെടുമ്പോഴും മറ്റു ചിലർ ഓണം ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയെ കാണിക്കാനാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും റീലുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഓണാഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിലും ഷോപ്പിംഗ് മാളുകളിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കിവിടെ കമൻ്റായി രേഖപ്പെടുത്താം.